മതി മതി. അപ്പോൾ നമ്മളിന്ന് പോകാൻ വെച്ച സ്ഥലം മൊത്തം കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, മൊത്തം ക്യാൻസലായി. അവിടെ ഫുഡ് വരെ ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യാൻ വേണ്ടി നിന്നായിരുന്നു. ഇതെന്താ ഇവിടെ ആക്സിഡന്റോ? അമ്പോ അല്ലടാ, പ്ലേ ബട്ടൺ, 2 പേര് ഷൂ, പിന്നെ അല്ലറ ചില്ലറ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ് മാക്സ് വ്ലോഗ്സ്. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു റൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഇടുക്കിക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് കാഴ്ചകൾ ഇന്ന് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഈഗിൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. ഇപ്പോഴാണ് വെളിച്ചമായത്, അപ്പോൾ ഇപ്പോഴാണ് നമുക്കൊന്ന് വ്ളോഗ് ചെയ്യാൻ പറ്റിയത്. രാവിലെ ആയതുകൊണ്ട് ഞങ്ങൾ ഏർലി മോർണിംഗ് ഇറങ്ങി. ഏകദേശം 4:30 ആയപ്പോഴത്തേനും ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഏകദേശം എത്ര മണിയായിട്ടുണ്ടാവും? ടൈം എത്രയായി? ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എടപ്പാൾ എത്തിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് ഭയങ്കര മഴ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനാണെങ്കിൽ നമ്മുടെ ക്ലിയർ വൈസർ എടുത്തില്ല, ഹെൽമെറ്റിൻ്റെ സ്മോക്ക് വൈസറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുൾ ഓപ്പൺ ആക്കിയിട്ട് ഓടിക്കേണ്ടി വന്ന മുഖമൊക്കെ ആകെ അഴുക്കായി, വണ്ടിയും വെറുതെ വാഷ് ചെയ്തായി പോയി. അപ്പോൾ അങ്ങനെ ഫുള്ള് മഴ കൊളായി കളഞ്ഞു. മഴ എന്ന് വെച്ചാൽ രാവിലെ ആയതുകൊണ്ടാണ് പ്രശ്നം. ഉച്ച കഴിഞ്ഞിട്ടൊക്കെ മഴയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അത്യാവശ്യം കാണാൻ പറ്റും. ഇത് രാവിലെ ഭയങ്കര ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാനും പറ്റില്ല. അങ്ങനെ അതുകൊണ്ട് നമുക്ക് സ്പീഡ് എടുക്കാൻ പറ്റില്ല. റോഡിലെ കുഴിയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മളിനി മാക്സിമം വേഗം തന്നെ ഇവിടുന്ന് പോകാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുറേ ഫ്രണ്ട്സ് അവിടെ അങ്കമാലി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അവിടേക്ക് പോകണം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു റൈഡ്? നല്ല ക്ലൈമറ്റ്, അടിപൊളി ക്ലൈമറ്റ് ആണ് ഗൈസ്. രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5:45, 6 മണി ടു 7 മണിയില്ലേ, ആ ടൈം വെച്ചാൽ റൈഡ് പോകാൻ ഉഷാറ് ടൈമാണ്. എന്ന് വെച്ചാൽ അടിപൊളി ക്ലൈമറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ സ്കൈയെ കാണാൻ നല്ല രസമാട്ടോ. മോർണിംഗ് ഒരു വല്ലാത്തൊരു ഫീലാണ്. അതുമാത്രമല്ല ട്രാഫിക് കുറവായിരിക്കും, തണുപ്പുണ്ടാവും അത്യാവശ്യം. അപ്പോൾ നമുക്ക് വലിയ ക്ഷീണം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഹാർലി അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എൻ്റെ ഒരു ഫ്ലോ കളഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയിൽ ഇങ്ങനെ ഈ രാവിലെ വന്നുകൊണ്ടും നമുക്ക് ഫുള്ള് 6th ഗിയറിൽ അങ്ങനെ ക്രൂസ് ചെയ്ത് വരാം. അതുകൊണ്ട് മൈലേജ് കാണിക്കുന്ന 34 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ചുമ്മാതാണോന്ന് അറിയില്ല. ഫ്യൂവൽ ഗേജ് ഒന്നും കുഴപ്പമില്ലാണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ വണ്ടി ഓടിച്ചുകൊണ്ട് കാണിച്ചു തരാം. ഇതെന്താ ഇവിടെ ആക്സിഡൻറ്റോ? അമ്പോ നല്ല എവിടെ അമ്മേ, ബ്രെയിനൊക്കെയോ? ഇതോ ഇതെന്താ ഏട്ടാ സംഭവം? ബൈക്കോ? എന്നിട്ടോ? ഏത് ബൈക്കാ? ഹിമാലയ. ഗൈസ്, നല്ല ആക്സിഡൻ്റ് ആണ് അവിടെ നടന്നത്. ഇപ്പോൾ എന്താ പറയുക, അതിനിടെ എന്തോ പോലെ പോയി. നിറച്ചും ബ്ലഡും പിന്നെന്താ പറയുക, എന്തൊക്കെയൊക്കെയോ ഉണ്ട് അവിടെ. മഴയെ കഴിഞ്ഞു. ഞാൻ ഗോപ്രോ ബാഗിലിട്ട് വെച്ചേക്കായിരുന്നു കേട്ടോ, മഴയത്ത് നനയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ റെയിൻ കോട്ടൊക്കെ മാറി ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഫുഡ് പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്നാട്ടോ കഴിച്ചേ. ഞങ്ങൾ കഴിച്ച് നല്ല റേറ്റ് ആകുന്നു കേട്ടോ. ഞങ്ങൾ അപ്പവും എഗ് റോസ്റ്റും കഴിച്ച് ആകെപ്പാടെ, പിന്നെ ചായയും കുടിച്ചു. ആകെപ്പാടെ 135 രൂപ കണ്ടായുള്ളൂ കയറാം.
അപ്പോൾ ഇനി നമുക്ക് 2 കട്ട ഫ്യൂലുള്ളൂ. അതിനി നമുക്ക് റീഫിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് പോവാം. ശരി എന്നാൽ. ഇവിടേക്കൊന്നും മഴയില്ല കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങോട്ടൊക്കെ ഭയങ്കര മഴയായിരിക്കുമെന്ന്. മഴക്കാറുണ്ട്, പക്ഷേ റോഡൊക്കെ നന്നായി ഉണങ്ങി കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഒരുത്തൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അങ്കമാലി. അപ്പോൾ അവൻ നമ്മുടെ കൂടെ ആദ്യമായിട്ടാണ് റൈഡ് പോകാൻ വേണ്ടി വരുന്നത്. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൂസ് കോട്ടയം എത്തി കേട്ടോ. ഇനിയിപ്പോൾ അവൻ അങ്കമാലിയാണ് നിൽക്കുന്നത്. ഓ മൈ ഗോഡ്, മഴയോ? മഴ പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പ് മഴ. വെറുതെ റെയിൻകോട്ടൊക്കെ ഊരി വെച്ചു. ആണോ? ഓ മൈ ഗോഡ്. മലൂക്കുച്ചി പറഞ്ഞു അങ്ങോട്ടൊക്കെ ഭയങ്കര മഴയാണ്. ഇനിയിപ്പോൾ അവിടേക്ക് എന്താ സ്ഥിതി എന്ന് നോക്കി കണ്ടറിയേണ്ടി വരും. അങ്കമാലിക്ക് മഴയില്ലാണ്ടിരുന്ന അതായിരുന്നു. വലിയ ജാക്കറ്റൊക്കെ അടിച്ച് വെറുതെ ആവും. ജാക്കറ്റല്ല, റെയിൽ ലൈനർ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇടുക്കി. പരിപാടിയൊന്നുമില്ല, കുറച്ച് ഫ്രണ്ട്സൊക്കെ. ഒരു സബ്സ്ക്രൈബേഴ്സ് മച്ചാന്മാരെ കണ്ടിട്ടുണ്ട് ഗൈസ്. വേണ്ട. എങ്ങോട്ടാ? എവിടേക്കാ? പൂപ്പാറ പോകണോ? ആരൊക്കെ ഉണ്ട്? അവര് കമ്പനിക്കാരാ? അങ്ങനെ ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് റെയിൻകോട്ടൊക്കെ അഴിച്ചു വെച്ചിട്ട് ഇറങ്ങിയുള്ളു. അപ്പത്തേനും മഴ. വണ്ടിമ ഒന്നുമില്ല. കിട്ടുവോ? എല്ലാരും പൂപ്പാറയ്ക്കാണോ? എന്നിട്ട് തിരിച്ചു വരും ഒന്ന്? ഞങ്ങള് ഇടുക്കി. എവിടെ സ്ഥലം? എല്ലാരും ഉണ്ട്. കൊറേ ഉണ്ട്. രണ്ടു ദിവസം ഉണ്ടാവും. ഓക്കെ, പോട്ടെ. ഏഞ്ചല്
അങ്ങനെ നമ്മൾ കുറേ നേരത്തിന് ശേഷം നമ്മൾ എവിടെ നിന്നായിരുന്നു ഫുൾ ടാങ്ക് അടിച്ചത്? ആ, കോഴിക്കോടുള്ളപ്പോൾ അടിച്ചതാണ്, പിന്നെ അടിച്ചിട്ടില്ല. മെല്ലെ മെല്ലെ കുറച്ച് ഇറക്കി വെക്ക്. ആ, ആ മതിയാവും. ഒരു റൗണ്ട് ആക്കിക്കോ. 1000 അടിച്ചോ? 1000 അടിച്ചോ? ആ ആ ആ, അപ്പോൾ 1000 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്. വണ്ടി നോക്കുന്നില്ലേ? അപ്പോൾ ഫുൾ ടാങ്ക് ആയിരുന്നു കേട്ടോ. ഫുൾ ടാങ്ക് വെച്ചാൽ കറക്റ്റ് ഫുൾ ടാങ്ക് അല്ല. ഇപ്പോൾ ഒരു കുറച്ച് ഓടുമ്പോഴത്തേനും അത് ഒരു വട്ടം കുറയും, കാരണം അത്ര നിറച്ചടിച്ചിട്ടില്ല. അന്നത്തേന് ശേഷം ഫുൾ ടാങ്ക് അടിക്കുന്ന പേടിയാ അല്ലേ? ഫുൾ ടാങ്ക് എന്ന് പറഞ്ഞാൽ പേടിയാ ഗൈസ്. കാരണം നമ്മുടെ ഒരു വീഡിയോ ഉണ്ട് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ, വേണേൽ ഐ ബട്ടണിലേക്ക് കൊടുത്തേക്കാം. അയ്യോ, അത് ഓർമ്മ വരുന്നു. അന്ന് ഇതേപോലെ ഫുൾ ടാങ്ക് അടുപ്പിച്ച, പക്ഷെ കട്ട് ഓഫ് ഉണ്ടായില്ല. ഇതാകുമ്പോൾ എന്താ അതില ഒന്നും ചെയ്യണ്ട, നമുക്ക് കുടിക്കാം. നമ്മുടെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഫ്രണ്ട് ആയിരിക്കണം, കാരണം പുള്ളി ഒരു വ്ളോഗറാണ്. പുള്ളിയുടെ പേരാണ് ക്ലച്ച് ഹാർട്ട് അല്ലേ? ക്ലച്ച് ഹാർട്ട്. ഓക്കെ, എത്തി. ഹലോ, നമ്മൾ കുറച്ച് പോസ്റ്റ് എടുത്തു. പോട്ടെ, ചെറുതായിട്ട് പോസ്റ്റ് കൊടുത്തു. അങ്ങനെ ജീവിതത്തിൽ ആർക്കും ഇതെല്ലാം പോസ്റ്റ് കൊടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് ബ്രോ. അയ്യോ ഗായ്സ്, അങ്ങനെ നല്ല കിടിലം മഴയായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഫുള്ള് നനഞ്ഞ് കുളിച്ച് എല്ലാവരും നിൽക്കണുണ്ടല്ലേ. ആകെ ഗോപുരമൊക്കെ നനഞ്ഞ് ആകെ സീനായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ തുടച്ച് വൃത്തിയാക്കി എടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് തൊടുപുഴ സൈഡിലുള്ള വിശ്വജ്യോതി കോളേജിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ വരാനുണ്ട്. അപ്പോൾ അവൻ വന്നാലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിന്ന് പോകാൻ വെച്ച സ്ഥലം മൊത്തം കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, മൊത്തം ക്യാൻസലായി. അവിടെ ഫുഡ് വരെ ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യാൻ വേണ്ടി നിന്നായിരുന്നു, അതെല്ലാം ഡ്രോപ്പായി. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറേ അങ്ങനെ റിസോർട്ടുകൾ അന്വേഷിച്ച് അങ്ങനെ ലാസ്റ്റ് നമുക്ക് പൂപ്പാറ ഒരു റിസോർട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2-3-4 ദിവസം മുമ്പേ ഞങ്ങൾ ഈ പോകാൻ വേണ്ടിയിരുന്ന എവിടെയാണ് കറക്റ്റ് നമ്മുടെ കാൽവറി മൗണ്ടിൻ്റെ അടുത്തുള്ള റിസോർട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടേക്ക് ഇനി നമുക്ക് കിട്ടത്തില്ല. അവിടേക്ക് പോലീസുകാരൊക്കെ വന്നിട്ട് റോഡ് ക്ലോസ് ചെയ്തു, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മളിനി പോകുന്നില്ല, നമ്മൾ നേരെ പൂപ്പാറ സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇത് എവിടെയുണ്ട് കേട്ടോ, നനഞ്ഞാകെ കോലായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഫ്രണ്ട് ഇതാ ഇപ്പോൾ അവിടെ നിന്ന് വരും. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ
പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഓൺ ദി വേ ആണ്. ഇനി ഓരോരുത്തരായി കൂട്ടി പോകാൻ വേണ്ടി നിൽക്കണതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് കാണാം. ആകെ മഴ നനഞ്ഞ് കണ്ടില്ലേ. നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ ബ്രോൻ്റെ പേരെന്താ ബ്രോ? അനുരാഗ്. അതാ. പിന്നെ കൂടെയുള്ള ബ്രോൻ്റെ പേരെന്താ? ഹായ് ബ്രോ, പേര് പറഞ്ഞോ? അശ്വിനോ? ഓക്കെ. അപ്പോൾ 2 മച്ചാന്മാരെ ഇവിടുന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ JF വന്നിട്ടുണ്ട്. കുറേ നേരം ഞങ്ങൾ പോസ്റ്റ് ആക്കിയത്. JF CBR എടുത്തിട്ടാണ് വന്നത്. ആദ്യം 390 എടുത്തിട്ട് വരാൻ പറഞ്ഞു, പിന്നെ ഇതെടുത്തിട്ട് വരാൻ പറഞ്ഞു. ചുമ്മാ ഒരു ചേഞ്ചിന്. ഇതാകുമ്പോൾ വെറൈറ്റി അല്ലേ. വണ്ടിയെല്ലാം പുത്തം പോലെ കഴുകി വെച്ച് ഇപ്പോൾ വെള്ളത്തിലിറക്കി. ഇനി അവിടെ എത്തുമ്പോഴത്തേനും നല്ല പരിവാവും. പോവാ. അതാരുടെയാ? JF നിൻ്റെ ഗ്ലൗസ് ആണോ? ഓ, വണ്ടിയൊക്കെ ആകെ സീനായി, കോലായി. അല്ലടാ, പ്ലേ ബട്ടൺ, 2 പേര് ഷൂ, പിന്നെ അല്ലറ ചില്ലറ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ സാഡിൽ ബാഗ് ഉള്ളത് എത്രയും നന്നായി ഗൈസ്. കാരണം ഇത്രയും ലോഡൊക്കെ എങ്ങനെ കൊണ്ടുപോകാൻ അതിനകത്ത്. അപ്പോൾ ഇതുള്ളത് കൊണ്ട് മാത്രമാണ്. ഇതിനകത്ത് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ ഉണ്ട്. അത് വലിയ ബോക്സ് ആട്ടോ, ഇതിനകത്ത് കിടക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞോട്ടെ, മാറിയൊക്കെ വെച്ചേ. അപ്പോൾ അതുണ്ട്. പിന്നെ അല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. പോവാ, എടുക്കാം. അപ്പോൾ നമ്മുടെ JF വണ്ടിക്ക് ഒരു സ്വീറ്റ് സൗണ്ട് കേട്ടോ. അത്ര ഇങ്ങനെ പോലീസ് പിടിപ്പിക്കാനുള്ള സൗണ്ടൊന്നും ഈ വണ്ടിക്കില്ല. അതുകൊണ്ട് സുഖം. പോവാ. ഞങ്ങൾ വയനാട് ബത്തേരി. ആ, കയറി. പോവാ. മെല്ലെ പോണേ. പോ. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ തൊടുപുഴയ്ക്കും മൂവാറ്റുപുഴയ്ക്കും ഇടയ്ക്കാനുള്ള വാഴക്കുളം. ഓ നൈസ്. ആ മൂളിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മളിതാ ഇടുക്കിയുടെ കവാടം കടന്ന് അങ്ങ് കയറി വരുവാണ്. ഓഹ്, അവിടെ തന്നെ ബ്ലോക്കാണല്ലോ. നല്ല മേലേക്ക് നല്ല ഫോഗാട്ടോ, അടിപൊളിയാണ്. നല്ല മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ക്ലൈമറ്റ് പ്രതീക്ഷിക്കുന്നു. എന്താവും അറിയില്ല. ഇത് എന്താണ്? അപ്പോൾ ഗായ്സ് നമ്മൾ ചീയപ്പാറ വാട്ടർഫാൾസിന് മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കണ്ടില്ലേ, അടിപൊളി, നല്ല വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു അല്ലേ? കരിക്ക് കുടിച്ചാലോ? ആ, JF ഓർഡർ ചെയ്യാൻ പോയിട്ടുണ്ട്. ശരിക്കല്ലേ?
തിരിച്ചു വെച്ചാ എങ്ങനെയുണ്ട്? അടിപൊളി സാധനല്ലേ? അപ്പോൾ കഴിച്ച് നമ്മളിവിടെ വന്നിട്ട് കരിക്ക് കഴിച്ചു കേട്ടോ. വയറ് നിറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? കുത്തി കൈ കൊണ്ടൊക്കെ കുത്തി തിന്നുണ്ട് ഇപ്പൊ. കഴിക്കുന്ന തേങ്ങയുടെ കോലം കണ്ടില്ലേ? ചോറ് വാരി തിന്ന പോലെ തിന്നണം. എന്താണ് എൻ്റെ പൊന്നെ. ഒരു പ്രാവശ്യം എന്താണ് നമ്മളെവിടെ പോയപ്പോഴേന്നാ എറണാകുളം വന്നപ്പോൾ ഇതേപോലെ കരിക്ക് വെട്ടിയിട്ട് ഉള്ളിൽ സാധനം ഇല്ലാന്ന് പറഞ്ഞിട്ട് ആ ചേട്ടനുമായിട്ട് സീൻ പിടിച്ച. ചേട്ടൻ പറയാം എല്ലാം ലെക്കാണ്, സാധനം ഉള്ളിൽ വെട്ടിക്കഴിഞ്ഞാൽ തേങ്ങ കഴിക്കാനുണ്ടാവുമെന്ന് വെട്ടിക്കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുകയാണേ 50 രൂപയ്ക്ക് വാട്ടവെള്ളമാണ് കുടിച്ചതൊക്കെ. ആകെ സീനൊക്കെ ആയിരുന്നു. മതി 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 മതി. എല്ലാവരും ഒരുമാതിരി നോട്ടം. ഗോയ്സ് ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. കണ്ടില്ലേ ഒരു ചെറിയൊരു ഫോഗ്. ഓ ഈ വാട്ടർഫാൾസ് നോക്ക്, അടിപൊളി. അപ്പോൾ ഗോയ്സ് ഇടുക്കി വന്നവരും വരാത്തവരും ഇതിനകത്തൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ആരാണ് വരാത്തവരാണോ വന്നവരാണോ കൂടുതലും നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ ഗൈസ് കുറച്ച് മച്ചാന്മാർ ഇവിടെ ഉണ്ട്. വ്ളോഗിൽ കാണാമെന്നൊക്കെ പറഞ്ഞു, വ്ളോഗ് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പോട്ടാ. ഗൈസ് നിർത്താത്ത മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴ. ഇവിടുന്ന് അവിടം വരെ മഴ നനഞ്ഞു പോകേണ്ടി വരും. ഡാമിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, കല്ലാർകുട്ടി ഡാമോ? ആ പാലം, ഡാമല്ല, പുഴ പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മഴയത്ത് വണ്ടി ഓടിക്കണം, അതാണ് അതിൻ്റെ രസം. ഇവിടെ അതെ, വയനാടും അതെ. ഓ ഗായ്സ് ഒരു കിടില വൈബ് സ്ഥലം. മാരക വ്യൂ കേട്ടോ. അവരിപ്പോ തിരിച്ചു വരണായിരിക്കും. ആ വന്ന് ഓ എമ്മാരി സ്ഥല. ഒരു വീഡിയോ എടുത്താ. നമസ്കാരം. കുറച്ച് പൊളി സ്ഥലം ഗേൾസ്. ഒരു രക്ഷയില്ല കേട്ടോ. സാഡിൽ ബാഗിൻ്റെ അടിയിൽ വാട്ടർ പ്രൂഫിൻ്റെ ഇതിൻ്റെ അടിയിൽ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുക. ആകെ നനഞ്ഞ് എല്ലാം സെറ്റായിട്ടുണ്ടാവും. സിൽവർ പ്ലേ ബട്ടനൊക്കെ കോലരി എന്താ കണ്ടറിയാം. അപ്പോൾ ഗൈസ് നമ്മൾ എത്തി കേട്ടോ, ഏകദേശം റിസോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ 1 2 3 4 5 6 ഇനി സാധനം കൂടി വരാനുണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് ഇനി ഉള്ളത്. ഇനി നേരെ മേലേക്ക് കയറ്റണം. കാറൊന്നും കയറാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി ഇവിടെ നിർത്തിയിട്ടു. ബാക്കിയുള്ള വണ്ടികളെല്ലാം നമ്മൾ മേലേക്ക് കൊണ്ടുപോകും കേട്ടോ. അടിപൊളിയാണ്. വൈബ് ക്ലൈമറ്റ് എന്ന് വെച്ചാൽ അടിപൊളി. ഇവിടേക്കൊക്കെ ഭയങ്കര ഫോഗാണ്. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കാണില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടെ. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട്, വീക്കെൻഡ് ആയതുകൊണ്ട് കുറേ റൈഡേഴ്സ് ഉണ്ട് ഇങ്ങോട്ട് അല്ലേ? ആ അപ്പോൾ നമുക്ക് ബിലാലിന് കൊടുക്കുന്ന റൂം അതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ റിസോർട്ടിലെത്തിട്ടോ. ആകെ നനഞ്ഞ് സീനായിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. എന്തായാലും കിഡിലെ റിസോർട്ടാണ് കേട്ടോ. എന്താ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇവിടെ ആട്ടോ നിൽക്കുന്നത്. ടെക്കി അപ്പോൾ ഗൈസ് നമുക്കിവിടെ കിട്ടിയ റൂം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. അടിപൊളി റൂമാണ് കേട്ടോ. ഒരു വുഡൻ ഫിനിഷിംഗ് ആണ് മൊത്തം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്റ്റേ ആണ് നമുക്ക് കിട്ടിയത്. കണ്ടില്ലേ, ഇത് നമ്മുടെ ബാത്റൂമാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ കാണിച്ചു തരാം.
ആയ് അടിപൊളി നല്ല മഞ്ഞ് വരുന്നുണ്ട് കൈസ് നോക്കൂ അടിപൊളി ഒന്നും പറയല്ല അല്ലേ മല്ലു കൊച്ചി നമസ്കാരം. എന്ത് പറയുന്നു പറയാൻ പറ്റില്ല. അവ കണ്ടില്ലേ ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ കിട്ടില്ലേ ചെറിയ ഫോഗ് ഇറങ്ങി വരുന്നുണ്ട് മേലേന്ന് എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡാം വ്യൂ എന്തോ ആണ് അതിപ്പോ ഇരുട്ടായി രാവിലെ എല്ലാം സെറ്റായി കാണിച്ചു തരാം കേട്ടോ എന്റെ മാനം കൊള്ളാം നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ബാർബിക്യൂ സൈലന്റ് ആയിട്ട് പറയാ പുള്ളി. എനിക്കും ചാനലുണ്ടായിരുന്നോടാ എന്തിനോട്. നമ്മളവിടുന്ന് ബാർബിക്യൂ ഒക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഡിന്നറാണ് കേട്ടോ. ഡിന്നറൊക്കെ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. എന്താണ്ടില്ല ഇവിടെ എന്തൊക്കെയൊക്കെയോ ഉണ്ട് വേണ്ടില്ലേ ഇതെന്തൊക്കെയാ ചേട്ടാ ഇതിനകത്തില്ല. ഇത് നമുക്ക് ചപ്പാത്തിയാ തോന്നുന്നു. ചിക്കൻ കറി ഉണ്ട്. ചപ്പാത്തിയാ ആ അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം റെഡിയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇത് ഗുലാബ് ജാമൊക്കെ ഇവിടെ ഉണ്ട്. ഞാനും കഴിച്ചായിരുന്നു, എടുത്തില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് പോവാണ്. ഓ അങ്ങനെ നല്ല ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ, നല്ല തണുപ്പാണ്. അപ്പോൾ കഴിച്ച് നമ്മളിനി ഉറങ്ങാൻ പോവാണ്. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നാളെ രാവിലെ കാണിച്ചു തരാം കേട്ടോ.